ഈ ഒരു മന്തി സ്പോട്ടിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. വീഡിയോ ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ എന്താ സംഭവം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതിന് മുന്നായിട്ട് നിങ്ങളെ ഫേവറേറ്റ് മന്തി സ്പോട്ട് ഏതാണെന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. ഞാനുള്ളത് നമ്മുടെ തിരൂരിലെ ആദ്യത്തെ മന്തി സ്പോട്ടിലാണ് കേട്ടോ. സ്പോട്ട് അറിയാൻ വേണ്ടി വീഡിയോ ഇപ്പൊ തന്നെ സേവ് ചെയ്തിട്ടോളൂ കേട്ടോ. നോർമൽ അൽഫാമാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളെ തിരൂക്കാർ ആദ്യമായിട്ട് മന്തി രുചിച്ചിട്ടുള്ളത് അൽ അറബിനോ മന്തിയാണ് കേട്ടോ. അതിൽ നമ്മൾ ഒരുപാട് മന്തി സ്പോട്ട് അതിൻ്റെ ശേഷം ഇവിടെ തിരൂർ ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിലും ഫസ്റ്റത്തെ മന്തി സ്പോട്ട് എന്ന് പറയുന്നത് ഈ അൽ അറബാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഹണി അൽഫാമും പിന്നെ അതുപോലെ നോർമലും പെരിപെരും പിന്നെ അതുപോലെ നോർമൽ കുഴിമന്തി ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഹണി അൽഫാമിൻ്റെ എല്ലാവർക്കും കുറച്ച് ആൾക്കാരൊക്കെ ലവേഴ്സ് ഉണ്ടാവും. കാരണം ആ ഒരു അൽഫാമിൻ്റെ ആ ഒരു ടേസ്റ്റും ഹണിയുടെ ആ ഒരു ചെറിയ മധുരമൊക്കെ ആയിട്ട് ഹണി അൽഫാം പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾക്ക് വരെ ഭയങ്കര ഇഷ്ടമാവില്ല. ചെറിയ മധുരമൊക്കെ ആയിട്ടുള്ള അൽഫാം കഴിക്കാൻ ഈ മന്തിയുടെ കൂടെ ആ ഒരു സോസ് ആണെങ്കിലും ഡിപ്പാണെങ്കിലും ഇങ്ങനെ കൂട്ടി കുഴച്ച് കഴിക്കാൻ ഭയങ്കര അടിപൊളിയല്ലേ. ഇനിയിപ്പോൾ ഇതുപോലെ മധുരം ഇഷ്ടമില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ മറ്റൊരു ഐറ്റമാണ് ഇവരുടെ ഈ ഒരു നോർമൽ അൽഫാം കേട്ടോ. ഇത് നിങ്ങളിവിടെ വന്നാൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചില സ്പോട്ടിൽ നിന്നൊക്കെ നമ്മൾ അൽഫാം കഴിക്കുമ്പോൾ നമുക്കൊരു ഓവർ സ്പൈസിനെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു അൽഫാം ഉണ്ടല്ലോ, നമ്മൾ നോർമൽ ആയിട്ടുള്ള നമുക്ക് ആർക്കും ആണെങ്കിലും കഴിക്കാൻ പറ്റുന്ന ആ ഒരു സ്പൈസിനെസ് അവർ അതിന് കൊടുക്കണമല്ലോ കേട്ടോ. പക്ഷേ എൻ്റെ ഫേവറേറ്റ് ഈ ഒരു ഐറ്റം ഉണ്ട്, നമ്മൾ നോർമൽ കുഴിമന്തി ഇട്ടാൽ ഇത് എത്ര ഇങ്ങനെ തന്നെ കഴിക്കാനാണെന്നുണ്ടെങ്കിലും ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഓവർ സ്പൈസിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ കഴിക്കാൻ തന്നെ ഭയങ്കര അടിപൊളിയാട്ടോ. എന്നെ പോലെ ഇതുപോലെ ഇഷ്ടമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളിയാ. ഇനിയിപ്പോൾ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഒക്കെ ആയിട്ട് അൽഫാമിന് മുകളിൽ ഇങ്ങനെ പെരി പെരി അൽഫാം ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പറ്റിയൊരു ഐറ്റമാണ് ഈ ഒരു പെരി പെരി അൽഫാം കേട്ടോ. അതും ഓവർ സ്പൈസിനെസ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അതിന് മുകളിലുള്ള ഈ ഒരു പെരി പെരിയുടെ ആ ഒരു മസാലയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ. അത് ഈ ഒരു അൽഫാം പീസും പിന്നെ പോലെ മന്തി റൈസും ഒക്കെ കൂടി ഇങ്ങനെ ഒരുമിച്ച് കഴിക്കാനും അടിപൊളി തന്നെയാണ് കേട്ടോ. നമ്മൾ ഇന്ത്യക്കാർക്ക് പൊതുവേ സ്പൈസിനെസ്സിനോടാണ് എപ്പോഴും ഒരു അല്പം കൂടുതൽ ഇഷ്ടം വരിക. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഫസ്റ്റ് ഐറ്റം ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഈ ഒരു പെരി പെരി അൽഫാം കേട്ടോ. കൂടാതെ ഇവിടെ മജ്ലിസ് ഫെസിലിറ്റിയും കൂടി അവൈലബിൾ ആണ്. നിങ്ങൾ ഇവിടെ വന്ന് കഴിച്ച് എന്തായാലും ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇതുപോലത്തെ വീഡിയോസിനായിട്ട് നമ്മളെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പൂക്കയിലുള്ള അൽ അറബാണ് കേട്ടോ സ്പോട്ട് വരുന്നത്.